ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തിയുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും. സിനിമ ഇറങ്ങാൻ വെറും ഒരു ദിനം ബാക്കി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.5 ദിനം ബാക്കി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് സിനിമയുടെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ ഓൺലൈൻ ബുക്കിംഗ് കാണുമ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും 10 മണിക്കും 10:30 ശേഷമാണ് നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് കാണാൻ കഴിഞ്ഞത്. ആദ്യ മണിക്കൂറിൽ വലിയ അനക്കമില്ലായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആളിക്കത്തുന്ന ലെവലിലാണ് സിനിമയുടെ ബുക്ക് മൈ ഷോയിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഓറഞ്ച് അലേർട്ട് ആണ് ഇപ്പോൾ നമുക്ക് കാണാനുള്ളത്. അതെ, പ്രത്യേകിച്ച് കൊച്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ നിമിഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു ടിക്കറ്റ് ബുക്കിംഗ് കുതിച്ചുയരുന്നത്. ഒരു മണിക്കൂറിൽ 10,000-നടുത്ത് ടിക്കറ്റുകൾ വരെ എത്തി. ഇപ്പോൾ മണിക്കൂറിൽ 4,500ഓളം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു എന്നുള്ളതാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും 10-ന് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിനിത പോലെയുള്ള തിയേറ്ററിൽ 11ഓളം ഷോകൾ 11ഉം ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതിനകത്തിൽ തന്നെ ഒരെണ്ണം ഹൗസ്ഫുള്ളും. കൊച്ചിയിൽ ഷേണായിസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 3ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ടൗണിൽ നോക്കുകയാണെങ്കിൽ PVR ലുലുവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 16 ഷോ ഉണ്ട്. അതിനകത്തിൽ ഏകദേശം 9 ഷോയും ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഒബ്രോൺ മാളിലെ ടോട്ടൽ ഷോകളിൽ 2 എണ്ണം മാത്രമാണ് ഗ്രീനിൽ നിൽക്കുന്നത്. സിനിമ തുടങ്ങുന്നത് രാവിലെ 10 മണിക്ക് മാത്രമാണ്. പ്രത്യേകിച്ച് ഫാൻ ഷോസോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറോ ഹൈപ്പിൽ വരുന്ന സിനിമ എന്ന് തന്നെയാണ് ഇതിനോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് എമ്പുരാൻ പോലെ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം പ്രൊമോഷൻ കുറവും ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റുമാണ്. ആളുകൾ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തിരക്ക് കൂട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ വന്ന ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് മണിക്കൂറിൽ ഇത്രത്തോളം ടിക്കറ്റുകൾ വിറ്റുപോകുമ്പോൾ അത് ഗംഭീരമെന്ന് തന്നെ പറയാം. അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പൊന്നും അതിൻ്റെ ബുക്കിംഗ് പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. ഒരു ദിവസം മുമ്പ് തുടങ്ങുമ്പോൾ അത് മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ആകെ ബുക്ക് മൈ ഷോയിലുള്ള ഇൻട്രസ്റ്റ് വെറും 31K ആണ്. അതിപ്പോൾ എത്തിയാണ്. ഇന്നലെ വരെ 20K മാത്രമായിരുന്നു. എന്തായാലും തുടരും എന്ന ചിത്രം നല്ല ലെവലിലേക്ക് മുന്നോട്ട് പോവുകയാണ്. പ്രീ സെയിൽ 1.25 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അതിന് മുകളിലേക്ക് എത്തും എന്നുള്ളത്, അതായത് ആദ്യ ദിനത്തെ പ്രീ സെയിൽ ഒരു പക്ഷേ 3 കോടിക്കൊക്കെ മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു പക്ഷേ 5 കോടിയിലേക്ക് എത്തിയാലും അങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത് ഒന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.